നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ലേറ്റ് എഡീഷനിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. ഇന്ന് സംഭവ ബഹുലമായ ഒരു വാർത്താ ദിനമായിരുന്നു. എല്ലാ വാർത്തകളും നമുക്ക് സമഗ്രമായി പരിശോധിക്കാം. പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് അക്കൗണ്ട് ED മരവിപ്പിച്ചു. HDFC ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. റെയ്ഡിൽ നിരവധി രേഖകൾ കണ്ടെത്തിയെന്നും 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ മരവിപ്പിച്ചെന്നും ED പറയുന്നു. തിരുവനന്തപുരത്തുണ്ടായ ആക്രമണം ആസൂത്രിതമെന്നും ED. ലിഡിയ ജേക്കബ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ലിഡിയ, വിശദാംശങ്ങൾ. അമൽ, ഇന്ന് നടത്തിയ വ്യാപക റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ED പറയുന്നത്. അതോടൊപ്പം തന്നെ 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു അക്കൗണ്ട് ടി വീണയുടേതാണ്. അതായത് ടി വീണയുടെ HDFC ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. വീണയുടെ ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകളും ED പിടിച്ചെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു വ്യാപക റെയ്ഡിന് പിന്നാലെ, പരിശോധനയ്ക്ക് പിന്നാലെ EDയുടെ ആദ്യ നടപടി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു എന്നുള്ളതാണ്. 242 അക്കൗണ്ടുകളാണ് പരിശോധിച്ചത്. അതിൽ 18.36 കോടി രൂപ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഈ റെയ്ഡുകൾ നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ റെയ്ഡിന് പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സംഘർഷങ്ങളിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറിന് നേരെ അടക്കം ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലടക്കം ED ഇന്ന് പുറത്തിറക്കിയ കുറിപ്പിൽ അതിനെ അടക്കം പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ FIR അടക്കം രജിസ്റ്റർ ചെയ്ത് അന്വേഷണങ്ങളും അതിന്റെ കാര്യങ്ങളും പുരോഗമിക്കുക കൂടിയാണ്. 3 കാറുകളെ ആണ് ആക്രമിച്ചത്. പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥർ ട്രാവൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്ന കാറുകളെയാണ് ആക്രമിച്ചത്. അതോടൊപ്പം തന്നെ ഡ്രൈവറുടെ ED ഉദ്യോഗസ്ഥരുടെ ഡ്രൈവറുടെ കണ്ണിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ഈ പിടിച്ചെടുത്ത രേഖകളിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി വരികയാണ്. മാത്രമല്ല, ഈ CMRL എക്സാലോജിക് ഇടപാടിൽ മറ്റ് കൈക്കൂലി അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി അന്വേഷിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ കൂടി അന്വേഷണം നടത്തും. പരിശോധനകൾ ഇനിയും തുടരും. ഇതിൽ നിർത്തില്ല. നിലവിൽ നടത്തിയ റെയ്ഡിൽ നിർത്തില്ല. പരിശോധനകൾ ഇനിയും തുടരും എന്നാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഇന്ന് ദിവസം മുഴുവൻ നീണ്ട പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ED മറ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. ഒപ്പം ഇന്ന് തിരുവനന്തപുരത്തുണ്ടായ ആക്രമണ സംഭവങ്ങളെല്ലാം ആസൂത്രിതമാണെന്നും ED പറയുന്നു. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകാം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള മാസപ്പടി ആരോപണത്തിൽ EDയുടെ നിർണായക നീക്കമുണ്ടായിരിക്കുന്നു. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് ED ഇന്ന് റെയ്ഡ് നടത്തിയത്. മുൻ മന്ത്രിയും വീണയുടെ ഭർത്താവുമായ PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരിശോധന മണിക്കൂറുകൾ നീണ്ടു. റെയ്ഡ് നടത്തി തളർത്താമെന്ന് വ്യാമോഹിക്കേണ്ടെന്നാണ് പിണറായി വിജയന്റെ പ്രതികരണം. രാവിലെ പോലീസ് പോലും അറിയാതെ അതീവ രഹസ്യമായാണ് ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്. സംസ്ഥാനത്തിനകത്തും പുറത്തും 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്, കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ സ്വന്തം വസതി, PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട് എന്നിവിടങ്ങളിൽ ED ഉദ്യോഗസ്ഥരെത്തി. പിണറായി വിജയനും മകൾ വീണയും തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു. CMRL MD SN ശശിധരൻ കർത്തയുടെ വസതിയിലും CMRLുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരിശോധന നടന്നു. വീണ ടിയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രവർത്തിച്ചിരുന്ന ബംഗളൂരുവിലെ ഓഫീസിലും പരിശോധന നടത്തി. ഉച്ചയ്ക്ക് 2:30യോടെയാണ് പരിശോധന പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ ഇറങ്ങിയത്. പിന്നാലെ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടു. ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. വീണ ടി, CMRL ഡയറക്ടർ ശരൺ എസ് കർത്ത തുടങ്ങിയവരെ ED ചോദ്യം ചെയ്തു. വീണയുടെ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ED ശേഖരിച്ചു. എന്നാൽ വസതികളിൽ നിന്ന് രേഖകൾ കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞില്ല. തല പോയാലും പോരാടുമെന്ന് മുഹമ്മദ് റിയാസ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ
സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല. സംഘപരിവാറും കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ED അല്ല, ഇനി അതിലും വലിയ D വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് EDയുടെ നടപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ നിയമ നടപടികൾ നേരിട്ടപ്പോഴും സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അറസ്റ്റിലായപ്പോഴും CPIM 2 നയമാണ് സ്വീകരിച്ചത്. മാസപ്പടി കേസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും കീഴ്ഘടകങ്ങളും വീണയ്ക്ക് വേണ്ടി അണിനിരന്നപ്പോൾ കോടിയേരിയുടെ മകന്റെ കേസ് കുടുംബം നോക്കിക്കോളുമെന്നായിരുന്നു നിലപാട്. മകൻ അറസ്റ്റിലായതിന്റെ പേരിൽ കോടിയേരിക്ക് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും 1 വർഷത്തോളം മാറി നിൽക്കേണ്ടിയും വന്നു. ഒരു മുറ്റത്ത് 2 കച്ചവടമെന്നോ ഇരട്ട നീതിയെന്നോ പറയാവുന്ന സമീപനമാണ് വീണ വിജയന്റെ മാസപ്പടി കേസിലും ബിനീഷ് കോടിയേരിയുടെ കേസിലും CPIM സ്വീകരിച്ചത്. ആളുവില കല്ലുവില എന്നതുപോലെ പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായ പിണറായി വിജയന്റെ മകൾ മാസപ്പടി ആക്ഷേപം നേരിട്ടപ്പോൾ CPIM സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം അവർക്ക് പിന്നിൽ നിലയുറപ്പിക്കുന്നതാണ് കേരളം കണ്ടത്. മാസപ്പടി എന്നത് കേവലം ആക്ഷേപമല്ല, മറിച്ച് ആദായനിധി വകുപ്പ് ഇടക്കാല തർക്കപരിഹാര ബോർഡിന്റെ തീർപ്പാണെന്നതുപോലും മറന്നുകൊണ്ടായിരുന്നു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനിറങ്ങിയത്. കരിമണൽ കർത്തയിൽ നിന്ന് 1.72 കോടി രൂപ കൈപ്പറ്റിയത് മാസപ്പടിയല്ല, 2 കമ്പനികൾ തമ്മിൽ നടന്ന നിയമപരവും സുതാര്യവുമായ ഇടപാടാണെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. തുടർന്ന് ഈ വാദമുയർത്തി എല്ലാ ഏരിയ തലത്തിലും പ്രചരണ റാലികളും സംഘടിപ്പിച്ചു. എന്നാൽ 2020 ഓഗസ്റ്റ് 20 മയക്കുമരുന്ന് കേസുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇതൊന്നും ഉണ്ടായില്ല. പിണറായിയുടെ മകൾക്ക് വേണ്ടി വീറോടെ രംഗത്തിറങ്ങിയ സംസ്ഥാന നേതൃത്വം അപ്പോൾ മൗനം പാലിച്ചു. കേസ് കുടുംബം നോക്കിക്കൊള്ളുമെന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. സർക്കാർ പ്രതികരിക്കേണ്ട വിഷയമല്ല അത്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഫലപ്രദമായ നടപടിയെടുക്കും. പിന്നെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തി തന്നെ വിശദീകരണം നടത്തിയിട്ടുമുണ്ട്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഏജൻസികൾ സ്വാഭാവികമായും അത് അന്വേഷിക്കുമല്ലോ. പാർട്ടി കൂടെ ഉണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞ കോടിയേരി ബാലകൃഷ്ണനും മകനെ തള്ളിപ്പറയേണ്ടി വന്നു. മകന്റെ കേസിൽ പാർട്ടി ഇടപെടില്ലെന്നായിരുന്നു കോടിയേരിയുടെ പ്രതികരണം. എന്തെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനത്തിൽ ബിനീഷ് പങ്കാളിയായിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ, ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കട്ടെ. ആരും അതിൽ യാതൊരു സംരക്ഷണവും കൊടുക്കാൻ പോകുന്നില്ല. ബിനീഷ് വല്ല കുറ്റവും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കട്ടെ, തൂക്കിക്കൊല്ലേണ്ടതാണെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ. മകൻ ജയിലിലായതിനു പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറി പദം ഒഴിയേണ്ടിയും വന്നു. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞായിരുന്നു മാറ്റം. എന്നാൽ ബിനീഷ് കോടിയേരി ജയിൽ മോചിതനായി അധികം വൈകാതെ കോടിയേരി ബാലകൃഷ്ണൻ പദവിയിൽ തിരിച്ചെത്തിയപ്പോൾ മാറ്റത്തിന്റെ കാരണമെന്തെന്ന് സംശയലേശമന്യേ സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ബിനീഷിന്റെ കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത സമീപനത്തിനാണ് പാർട്ടി പ്രാധാന്യം നൽകിയെന്നാണ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. അപ്പോൾ ആ സമയത്ത് പാർട്ടി കോടിയേരിയും ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് അത് അത്തരത്തിൽ കൈകാര്യം ചെയ്യട്ടെ എന്ന് തീരുമാനമെടുത്തു. പാർട്ടി നിലപാട് കൊണ്ട് മുറിവേറ്റവർ വ്യക്തിയാരാധനയുടെ സംഗീതത്തിലല്ല, വർഗ്ഗബോധത്തിന്റെ വിശാല കാഴ്ചപ്പാടിലാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ സമീപിക്കുന്നതാണ് CPIMന് ആശ്വാസകരമായ കാര്യം. എൻ്റെ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ആ സഖാവിൻ്റെ എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. ആ സഖാവിനെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ ആ നീക്കം എന്ന് പറയുന്നത് പാർട്ടി എന്നുള്ളതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്കതിനെ സംസാരിക്കാനും അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത്. അപ്പോൾ എനിക്ക് എന്ത് നൽകിയില്ല എന്ന് നോക്കിയിട്ടല്ല ഞാനൊരു നിലപാട് എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്, ഇനി എടുക്കാനും പോകുന്നത്. ഇപ്പോൾ പിണറായി വിജയന്റെ മകളെ ED ചോദ്യം ചെയ്തതിന്റെ പേരിൽ പാർട്ടി വീണ്ടും തിരിവിറങ്ങുമ്പോൾ ഒരു ചോദ്യം മുദ്രാവാക്യം വിളിക്കിടെ പാർട്ടിക്കാരുടെ തൊണ്ടയിൽ കുരുങ്ങും. നമ്മൾ കോടിയേരിയുടെ നീതി ചെയ്തോ? R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളിൽ പലതും കാണാതാകുന്നതായി പോലീസ് കണ്ടെത്തൽ. കവർച്ചയുടെ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് DGP ആഭ്യന്തര വകുപ്പിന് കൈമാറി. ശ്രീകോവിലിനുള്ളിലെ വൈര്യനാമം എന്ന പേരിലുള്ള വജ്രാഭരണവും കൊള്ളയടിക്കപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിക്കുന്ന വജ്രാഭരണമായ വൈരനാമ കുറച്ചു നാളുകളായി കാണാനില്ല. വിശ്വാസികൾ സംഭാവന നൽകിയ 78 ഗ്രാമോളം സ്വർണത്തിലും കുറവുണ്ട്. സ്വർണവിളക്ക് അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കൊണ്ടുപോയിട്ട് 6 മാസമായിട്ടും തിരികെ വന്നില്ലെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇന്റലിജൻസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഞെട്ടിക്കുന്ന ഈ സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റിപ്പോർട്ട് ഇപ്പോഴേ കൊടുത്തതല്ല, 6 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ആ റിപ്പോർട്ടിൽ നടപടികളൊക്കെ സ്വീകരിക്കേണ്ട അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. രാവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനുമായി സംസാരിച്ചു. അവരാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെന്ന് ദേവസ്വം മന്ത്രി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു ഭരണസമിതി ഉണ്ട്, നിങ്ങൾക്കറിയാം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദേവൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന സമ്പ്രദായം അത് എവിടെ നടത്തിയാലും ശരിയല്ല. കൈയിട്ട് വാരുന്നവൻ കള്ളന്മാരാണ് ആരാണെങ്കിൽ. വസ്തുക്കൾ കാണാതാകുന്നതിന് വഴിവെക്കുന്നത് അതിഗുരുതര സുരക്ഷാ വീഴ്ചയും വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ അലംഭാവമെന്നും പോലീസിന്റെ കർശന സുരക്ഷ ഒഴിവാക്കി ചിലർ ക്ഷേത്രത്തിനുള്ളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചിലരുടെ സ്വാധീനം ദുരുപയോഗപ്പെടുത്തിയാണ് ഇത്തരക്കാരുടെ വരവും പോക്കുമെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായ സുരക്ഷ ലംഘിക്കുന്നവരുടെ പട്ടികയും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കത്തിന് വിരാമം. DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ രാജിവെച്ചേക്കും. മകൻ യതീന്ദ്രയെ മന്ത്രിയാക്കാമെന്ന് ഹൈക്കമാൻഡ് ഉറപ്പിന്മേലാണ് സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുന്നത്. 2.5 വർഷം ടേം വ്യവസ്ഥയിൽ അധികാരമേറ്റ സിദ്ധരാമയ്യ 3 വർഷം പൂർത്തിയാക്കിയിട്ടും സ്ഥാനമൊഴിയാൻ കൂട്ടാക്കാതെ വന്നതോടെയാണ് ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിച്ചത്. സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച നേതൃത്വം ഇരുവരുമായും ചർച്ച നടത്തി. എന്നാൽ സിദ്ധരാമയ്യ വഴങ്ങാതെ വന്നതോടെയാണ് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയത്. രാജ്യസഭാ അംഗത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പകരം മകൻ യതീന്ദ്രയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന സിദ്ധരാമയ്യയുടെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചു. രാജ്യപ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം DK ശിവകുമാർ ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. നാളെ ഹൈക്കമാൻഡ് പ്രതിനിധികളും DK ശിവകുമാറും സംസ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ നടപടികൾ അടക്കമുള്ളവയിൽ തീരുമാനമുണ്ടാവുക. 24 ബംഗളൂരു. അങ്ങനെ കർണാടകയിൽ സിദ്ധരാമയ്യ യുഗം അവസാനിക്കുകയാണ്. കാലങ്ങളായി നീണ്ടുനിന്ന കസേരകളിക്കൊടുവിൽ DK ശിവകുമാർ അങ്ങനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുകയുമാണ്. 5 വർഷങ്ങൾക്ക് ശേഷം ആധികാരിക വിജയത്തോടെയാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ മുഖ്യമന്ത്രി ആയിരുന്നതിൽ വലിയ ചർച്ചകൾ നീണ്ടു. 136 സീറ്റുകൾ നേടാൻ സംഘടനയെ പ്രാപ്തമാക്കിയത് DK ശിവകുമാർ ആണെന്നും മുഖ്യമന്ത്രിയാക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. സിദ്ധരാമയ്യ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചു. സിദ്ധരാമയ്യ 2.5 വർഷം മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തു. എന്നാൽ 2 വർഷമായപ്പോൾ തന്നെ നേതൃമാറ്റ ചർച്ചകൾ DK പക്ഷം സജീവമാക്കി. കഴിഞ്ഞ നവംബറിൽ 2.5 വർഷം പൂർത്തിയാക്കിയെങ്കിലും സ്ഥാനമൊഴിയാൻ സിദ്ധരാമയ്യ തയ്യാറായില്ല. DK പക്ഷം ആവശ്യം ശക്തമാക്കിയതോടെ ദളിത് മുഖ്യമന്ത്രി എന്ന ആവശ്യം ചർച്ചയാക്കി നേതൃത്വത്തെ സിദ്ധരാമയ്യ പക്ഷം വെട്ടിലാക്കി. സിദ്ധരാമയ്യ പക്ഷക്കാരനായ ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു ആവശ്യം. ഒടുവിൽ മെയ് മാസത്തോടെ 3 വർഷം പൂർത്തിയാക്കിയ സിദ്ധരാമയ്യ അധികാരമൊഴിയില്ല എന്ന സന്ദേശം നൽകിയതോടെയാണ് ഇരു നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് 2 വർഷം ബാക്കി നിൽക്കെ രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്ത് രാജിവെക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡ് സിദ്ധരാമയ്യക്ക് നൽകിയ അന്തിമ നിർദ്ദേശം. ഒടുവിൽ മഞ്ഞുരുകൽ. ഇനി കർണാടകയിൽ DK ശിവകുമാർ യുഗം. 24 ബംഗളൂരു. ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ അസം നിയമസഭ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെ എതിർത്താണ് BJP സർക്കാരിന്റെ നീക്കം. രാജ്യത്ത് ബിൽ പാസാക്കുന്ന 3ാമത്തെ സംസ്ഥാനമായി അസം മാറി. എല്ലാ മത സാമൂഹിക വിഭാഗങ്ങൾക്കും വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ലിവ് ഇൻ ബന്ധങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിന് ഒരു പൊതു നിയമ ചട്ടക്കൂട് സ്ഥാപിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ ശബ്ദവോട്ടോടെയാണ് പാസാക്കിയത്. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളിയതോടെ കോൺഗ്രസിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്നും വിപുലമായ കൂടിയാലോചനകൾ വേണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ബഹുഭാര്യാത്വം നിരോധിക്കാനും വിവാഹ ലിവ് ഇൻ ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യാനും ബിൽ നിർദ്ദേശിക്കുന്നു. വീഴ്ച വരുത്തുന്നവർക്ക് 7 വർഷം വരെ ജയിൽ ശിക്ഷയാണ് ബില്ലിൽ വ്യക്തമാക്കുന്നത്. വിവാഹം 60 ദിവസത്തിനകവും ലിവിംഗ് ബന്ധങ്ങൾ 30 ദിവസത്തിനകവും രജിസ്റ്റർ ചെയ്യണം. എന്നിരുന്നാലും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ അസമിലെ ഏകീകൃത സിവിൽ കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഏകീകൃത സിവിൽ കോഡ്. കഴിഞ്ഞ തിങ്കളാഴ്ച സംസ്ഥാനത്തെ പാർലമെന്ററി കാര്യമന്ത്രി അതുൽ ബോറയാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. രാജ്യത്ത് ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ബിൽ പാസാക്കുന്ന 3ാമത്തെ സംസ്ഥാനമാണ് അസം. ഗോവയിൽ നേരത്തെ തന്നെ ഒരു പൊതു സിവിൽ നിയമം നിലവിലുണ്ട്. 24 ഡൽഹി. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിന് ശേഷം പിളർന്ന അണ്ണാ DMK വീണ്ടും ഒന്നായി. എന്നാൽ വിമത വിഭാഗം നേതാവ് CV ഷൺമുഖം ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. SP വേലുമണിയുടെ നേതൃത്വത്തിലാണ് 15 MLA-മാർ എടപ്പാടി K. പളനിസ്വാമിയുമായി കൂടിക്കാഴ്ച നടത്തി സമവായത്തിലെത്തിയത്. TVK മന്ത്രിസഭയിൽ അംഗത്വം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് SP വേലുമണിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്കുള്ള തിരിച്ചുപോക്ക്. ഇന്ന് രാവിലെ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി K. പളനിസ്വാമിയുടെ വീട്ടിൽ നടത്തിയ ചർച്ചയിലാണ് കാര്യങ്ങളിൽ തീരുമാനമായത്. 15 MLA-മാർ EPS-നെ കണ്ട് സമവായത്തിലെത്തി. എന്നാൽ വിമത വിഭാഗം നേതാവ് CV ഷൺമുഖം ചർച്ചയ്ക്കെത്തിയില്ല.
സമവായത്തിലെത്തിയ MLA-മാർ പിന്നീട് സെക്രട്ടേറിയറ്റിലെത്തി സ്പീക്കർക്ക് നൽകിയ പരാതികൾ പിൻവലിച്ചു. SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കത്തും സ്പീക്കറിൽ നിന്ന് തിരികെ വാങ്ങി. 22 பேருக்கு மேல தகுதி நீக்க மனு கொடுத்திருந்தோம். இப்பொழுது 2 மனுக்களையும் நாங்கள் வாபஸ் பெற்றுவிட்டோம். எங்களது சைடு வந்து பார்த்தீங்கன்னா எனக்கு விஜய் பாஸ்கர் அவர்களும் நானும் அந்த சைடு மனு கொடுத்திருந்தோம். എടപ്പാടി കെ പളനിസ്വാമി വിഭാഗം നൽകിയ വിപ്പ് ഉൾപ്പെടെയുള്ള പരാതികളും നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള കത്തും പിൻവലിച്ചു. 47 MLA-മാരിൽ 4 പേരാണ് രാജിവെച്ചത്. CV ഷൺമുഖം ഇനിയും തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. രാജിവെക്കുമെന്നുള്ള സൂചനകളുണ്ട്. സമാധാന ശ്രമങ്ങൾക്കായി മുതിർന്ന നേതാക്കൾ ശ്രമിച്ചു വരികയാണ്. നിലവിൽ 42 MLA-മാരും EPS പക്ഷത്തെത്തിക്കഴിഞ്ഞു. ജനറൽ കൗൺസിൽ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തിൽ നിന്നുൾപ്പെടെ വിമത വിഭാഗം പിന്നാക്കം പോയി. മാത്രമല്ല, പാർട്ടിക്ക് മാപ്പെഴുതി നൽകണമെന്ന EPS-ന്റെ നിർദ്ദേശം MLA-മാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 24 ചെന്നൈ. ബീന കണ്ണൻ കൊച്ചൂരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മിസ് യൂണിവേഴ്സ് കേരളയിൽ വിജയ കിരീടമണിഞ്ഞ് കസിയ ലിസ് മെജോ. ഫസ്റ്റ് റണ്ണറപ്പായി മാളവിക രാജേന്ദ്രനും സെക്കൻഡ് റണ്ണറപ്പായി ലിസ് ജെയ്മോൻ ജേക്കബും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫോർത്ത് റണ്ണറപ്പായി ക്രിസ്റ്റീന ബൈജു, ലിൻഡ ലൂയിസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഗ്ലാം ആനന്ദ് ഗ്രൂപ്പ് ഓണർ നിഖിൽ ആനന്ദ്, മിസ് യൂണിവേഴ്സ് ഇന്ത്യ ഡയറക്ടർ അംജാദ് ഖാൻ, സിനിമാ താരം അപർണ ബാലമുരളി, മിസ് യൂണിവേഴ്സ് കേരള 2025 വിജയി ഐശ്വര്യ ശ്രീനിവാസൻ, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2025 വിജയി മണിക വിശ്വകർമ്മ, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 വിജയി റിയ സിൻഗ എന്നിവർ ചേർന്ന് വിജയികളെ കണ്ടെത്തി. ബീന കണ്ണൻ കൊച്ചൂർ അണിഞ്ഞുകൊണ്ടാണ് മത്സരാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തത്. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന പരിപാടിയിൽ ഷിമാട്ടി CEO ബീന കണ്ണൻ മുഖ്യാതിഥിയായി. Our national director. Here we are, the winner of Miss Universe Kerala 2026. Creating history. Can we have a round of applause? ഇതില് ഗസിയ എന്ന് പറയുന്ന കുട്ടിയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ടു ഗോ ടു ഡൽഹി. അവിടുന്ന് മിസ് യൂണിവേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് പോകും. ഐശ്വര്യ റായ് ഒക്കെ പോയ പ്ലാറ്റ്ഫോമാണ് ഇത്. വളരെ ഗ്രാൻഡായ ഒരു ഇവൻ്റ് ആയിരുന്നു. 23 പേരിൽ നിന്നാണ് ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗസിയ വിൽ ഗോ ടു ഹൈറ്റ്സ് ആൻഡ് ലെറ്റ് us see who wins in Delhi and who wins the international platform. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.